ചില മനോരോഗികളെ ചികിത്സിക്കണം, ഭ്രാന്തുള്ള ആളുകൾക്ക് ചികിത്സ നടത്താൻ, അതല്ലെങ്കിൽ മാനസിക വൈബ്രേഷനുള്ള ആളുകൾക്ക് ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ. അങ്ങനെയൊക്കെ വരുമ്പോ ഒരു സൈക്കാട്രിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ ആവശ്യകത സമൂഹത്തിന് വരാറുണ്ട്. അത് ഒരു ഭാവിയായി പ്രത്യക്ഷമായ ബോഡി ട്രീറ്റ്മെന്റിന്റെ അതിന് പറയാം. പ്രത്യക്ഷമായ ഒരു ബോഡി ട്രീറ്റ്മെന്റ്. എന്നാൽ യഥാർത്ഥത്തിൽ സൈക്കോളജി മനഃശാസ്ത്രം എന്താണ് എന്നതിനെ സംബന്ധിച്ച് മനഃശാസ്ത്ര ഗവേഷകന്മാർ പറഞ്ഞതും ഉൾപ്പെടെ ഈ തത്വങ്ങളുടെ വ്യാപകമാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആനും ഹദീസും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിനേക്കാണ് നമ്മൾ ശ്രദ്ധ ആവശ്യപ്പെടേണ്ടത്. എന്താണ് ഇസ്ലാം പഠിപ്പിച്ച ആ സൈക്കോളജി? നാം യഥാർത്ഥത്തിൽ ചിന്തിച്ച 1.25 ലക്ഷത്തോളം പ്രവാചകന്മാർ വന്ന് ഈ ലോകത്ത് പ്രബോധനം ചെയ്തത് മനഃശാസ്ത്രപരമായ നീക്കത്തിലൂടെയും മനുഷ്യരെ മനഃശാസ്ത്ര സിദ്ധാന്തത്തിലൂടെയും യഥാർത്ഥമായ അവസ്ഥയിലേക്ക് എത്തിക്കുവാനുള്ള നിർദ്ദേശവുമായി കൊണ്ടാണ് എന്ന് കാണാം. അതായത് മനഃശാസ്ത്രം പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം ഏകാഗ്രതയാണ്. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ഒരു സിദ്ധാന്തമാണ് മനഃശാസ്ത്രം ഈ ലോകത്ത് അവതരിപ്പിക്കുന്നത്. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ശ്രദ്ധ, അപ്പൊ ശ്രദ്ധ അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. മനുഷ്യരുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ശ്രദ്ധ എന്നത്. ഈ ശ്രദ്ധ നമുക്കെല്ലാവർക്കും അതിന്റെ ഓപ്പോസിറ്റ് അശ്രദ്ധ, ശ്രദ്ധയില്ല. എന്നാൽ ഖുർആൻ ഈ ലോകത്തോട് പ്രഖ്യാപിച്ച പ്രഖ്യാപനം വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹു തആല പറഞ്ഞു, വലാ തകും മിനൽ ഗാഫിലീൻ, നിങ്ങൾ അശ്രദ്ധമാരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്, ശ്രദ്ധയില്ലാത്ത ആളാകരുത്. അപ്പോൾ ഒരു മുഅ്മിൻ ആരാണോ, എവിടെയാണോ ഒരു മുഅ്മിനെങ്കിൽ ആ മുഅ്മിൻ ശ്രദ്ധാലുവാണ്. എവിടെയൊക്കെ? ജീവിതത്തിന്റെ സകലമായ മേഖലകളിൽ, ഇബാദത്തുകളിൽ മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ശ്രദ്ധാലുവാണെന്നതാണല്ലോ ഈ ആയത്ത് പഠിപ്പിക്കുന്നു. നിങ്ങൾ അശ്രദ്ധയുള്ളവരാകരുത്, ശ്രദ്ധാലുക്കളാണ്. ശ്രദ്ധ നിങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. ആ ശ്രദ്ധയുണ്ടെങ്കിലാണ് നിങ്ങളുടെ ജീവിത വിജയത്തിന് ആവശ്യമായി നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സാഹചര്യങ്ങൾ ഒന്നിണങ്ങി വരും. ശ്രദ്ധയില്ലാത്തവന്റെ സാഹചര്യങ്ങൾ മുഴുവൻ അതിന് വിപരീതമായി. ശ്രദ്ധയില്ലാത്തവന്റെ സാഹചര്യങ്ങളൊക്കെ അവരെതിരായി. ഒരാള് ഒരു ഗ്ലാസ് എടുക്കുക, പെട്ടെന്ന് കയ്യിൽ അല്ലെങ്കിൽ എന്ത് സാധനം എടുത്താലും കയ്യിൽ പോയി. എന്തെങ്കിലും ഒരു സാധനം എടുക്കുകയാണെങ്കിൽ കയ്യിൽ പോയി അവൻ ശ്രമിക്കും. ഓ, എല്ലാവർക്കും മാസം എന്തെടുത്താലും കയ്യിൽ പോകും. അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ട് കണ്ടില്ല, അപ്പോഴൊക്കെ പറയുന്നോ എല്ലാവർക്കും മാസം എന്ത് നോക്കിയാലും എപ്പോഴും കാണും. ആരെ സ്വയം ശ്രമിക്കുക. എന്തുകൊണ്ടാണ്? വലാത്തവരുടെ മാഫുലി എന്ന ആയത്തിന്റെ പൊരുൾ അവൻ തിരസ്കരിച്ചതുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ ഒരിക്കലും ഒരു സ്ഥലത്തും നീ അശ്രദ്ധനാകരുത്. എല്ലാത്തിലും ശ്രദ്ധയുള്ളവനാണ്. ഈ ശ്രദ്ധയുള്ളവനാകലോടുകൂടെ ആരും തന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശങ്ങൾ നൽകി. ശ്രദ്ധ വേണം. ഈ ശ്രദ്ധയുള്ളതിനോട് കൂടെ തന്നെ ആ മനസ്സിലേക്ക് അല്ലാഹു തആല നിക്ഷേപിക്കുന്ന യഥാർത്ഥമായ ആ തത്വം എന്താ? തൗഹീദ്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഖുൽ ഹുവല്ലാഹു അഹദ്.
അല്ലാഹു ഏകനാണെന്ന് പറയും. ഏകനാണെന്ന് പറയും. പറയുക എന്നത് ഒരു മാനസിക ട്രീറ്റ്മെന്റ് ആണെന്ന് ഈ ആയത്തോട് വ്യക്തമാകുന്നതല്ലോ. മനസ്സിനോട് ബന്ധപ്പെട്ടത് മനസ്സിൽ ചിന്തിക്കുക മാത്രമല്ല, നാവുകൊണ്ടുള്ള ഉച്ചാരണവും മനസ്സിനോട് ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ആണെന്ന് ബോധ്യപ്പെടുന്നു. പറയും അല്ലാഹു ഏകനാണെന്ന് പറഞ്ഞു. അപ്പൊ അത് വിശ്വസിച്ചിട്ട് പറയാം. അപ്പോ വിശ്വസിക്കാൻ പറയാനായിട്ട് നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഇതൊക്കെ പറഞ്ഞാൽ മുമ്പിലില്ലാതെ അല്ലാഹുവോട് വിശ്വസിക്കണം. അതുപോലെ യോഗ്യനാഥനോട് വിശ്വസിക്കണം, മലക്കളത്തോട് വിശ്വസിക്കണം. അങ്ങനെ നമ്മുടെ ദൃഷ്ടിക്ക് ഗോചരമല്ലാത്ത നിരവധി കാര്യങ്ങൾ വിശ്വസിക്കാൻ കൽപ്പിക്കുന്നതോടുകൂടെ ആ കൽപ്പന നിലവിലുള്ളതോടുകൂടെയാണ് അല്ലാഹു ഏകനാണെന്ന് പറയും. അപ്പൊ ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അല്ലാഹു അഹദ് എന്ന ആ ഏകത്വത്തിൽ തന്റെ മനസ്സിനെ തളച്ചതാണ്. എങ്ങനത്തെ മനസ്സ് എങ്ങനെ തളച്ചതാണ്? നീ വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫതറ السماوات والأرض حنيفا مسلما وما أنا من المشركين. എന്റെ ശരീരത്തെ ആകമാൻ മനസ്സും ശരീരം, മനസ്സ് മാത്രമല്ല ജഡം മാത്രമല്ല, രണ്ടും കൂടെ ഒന്ന് ചിന്തി വെച്ചുകൊണ്ടിരിക്കുക. എന്റെ ശരീരത്തെ ആകമാൻ എന്റെ ബുദ്ധിയെയും ചിന്തയെയും എന്റെ മസ്തിഷ്കത്തെയും എന്റെ ശരീരത്തിന്റെ ഘടനകളെയും എല്ലാ കോശങ്ങളെയും എല്ലാ മനസ്സിന്റെ സകലമായ രംഗങ്ങളെയും മുഴുവനും ഒരു നാദത്തിലേക്ക് ഞാൻ മുന്നിട്ടിരിക്കുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹുവിലേക്ക് നിർദ്ദേശിക്കുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചവനായ അല്ലാഹു, ആ അല്ലാഹുവിലേക്ക് സർവവും ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. എല്ലാം മുഴുവൻ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. ഞാൻ അല്ലാഹുവിൽ പങ്കുചേർക്കുന്നവനല്ല. ആ ഏകത്വത്തിൽ ഒരു മണ്ഡലിയെ പോലും പങ്കുചേർക്കാൻ ഞാൻ ആളല്ല. ഏകത്വത്തിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവനാണ് ഞാൻ. ആ ഏകനായ അല്ലാഹുവോട് കൂടെ ഒരു പുൽക്കൊടിയെ പോലും ഒരു മണൽക്കനിയെ പോലും ചേർക്കാൻ തയ്യാറല്ലാത്ത വിധം എന്റെ മനസ്സിന്റെ ഏകത്വത്തിൽ ഞാൻ തളച്ചിട്ടിരിക്കുന്നു. അതല്ലേ ഏകാഗ്രത? അതല്ലേ ഏകാഗ്രത? ഈ ആത്മീയ മനഃപാത്രങ്ങളുടെ ഏകാഗ്രത. അപ്പൊ ലോകത്തുള്ള മുഴുവൻ മുഴുവനുകൾ ഏകാഗ്രതയെ നിർദ്ദേശമുള്ള ആളുകളാണ്. പിന്നെ അവർ വേറെ കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് സൈക്കോ തെറാപ്പിക്കോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ക്ലാസ്സിൽ പോകുന്ന ആവശ്യമൊക്കെ നമ്മളിൽ തന്നെ ഉണ്ടല്ലോ. പക്ഷേ നാം അത് മനസ്സിലാക്കാത്തതാണ് കുഴപ്പം. എല്ലാം നമ്മളോട്